മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ സംഖ്യ 31 1ഉം 2ഉം വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. The book of Numbers, chapter 31, verses 1 and 2. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തിനു വേണ്ടി മിദ്യാൻകാരോട് പ്രതികാരം ചെയ്യുക. അതിനുശേഷം നീ നിന്റെ പിതാക്കന്മാരോട് ചേരും. നാം നേരിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് വിമുക്തരാകുമ്പോൾ മനസ്സാക്ഷിക്ക് വിപരീതമായ വിട്ടുവീഴ്ചകൾ ചെയ്യുവാൻ പരീക്ഷിക്കപ്പെടാറുണ്ട്. ഞാൻ ചുമതലയിലായിരിക്കുമ്പോൾ എല്ലാം നന്നായിരിക്കണം, പിന്നീട് എന്തായാലും എനിക്കൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. ജോലിയിൽ നിന്ന് വിരമിക്കാറാകുമ്പോൾ ആദർശങ്ങൾ ത്യജിക്കുവാനുള്ള പരീക്ഷയുണ്ടാകും. ഞാൻ ചുമതല സ്ഥാനത്തിരുന്നാലും ഇല്ലെങ്കിലും ഏർപ്പെട്ടിരുന്ന പ്രസ്ഥാനം വിജയിക്കണം എന്നാണ് നാം ആഗ്രഹിക്കേണ്ടത്. അപ്രകാരം ചിന്തിക്കുന്നവരെ ദൈവം അധികം ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കും. മോശയുടെ മരണം ആസന്നമായി എന്നറിഞ്ഞിട്ടും ചുമതലകളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാം എന്ന് മോശ ചിന്തിച്ചില്ല. മരണം സമീപിച്ചെങ്കിൽ അതിനു മുൻപേ കടമകൾ നിർവഹിക്കണമെന്ന് മോശ ആഗ്രഹിച്ചു. മിദ്യാൻകാരോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ച് ഇസ്രായേലിന്റെ നില സുരക്ഷിതമാക്കണമെന്ന് ദൈവം കൽപ്പിച്ചു. ആയുസ്സിന്റെ സമാപന ദിവസങ്ങളിൽ ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്നത് ചെറിയ കാര്യമായിരുന്നില്ല. എന്നാൽ മോശ അതിന് തയ്യാറായി. നാം സഹകരിച്ചു പ്രവർത്തിച്ചു പോന്ന സമൂഹം നമ്മെ പുറന്തള്ളിയെന്ന് വന്നേക്കാം. ജോലിയിൽ നിന്ന് നാം വിരമിക്കുകയായിരിക്കാം. ഒരുപക്ഷെ മരണം സമീപമായിരിക്കുന്നെന്ന് അറിവുണ്ടായിരിക്കാം. ഏത് സ്ഥിതിയിലായിരുന്നാലും ശരി, നാം കടമയിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. അവസാനം വരെ ആത്മാർത്ഥമായി അധ്വാനിക്കണം. അപ്പോൾ നമ്മളെ ആത്മാഭിമാനം വളർന്നു വരും. ജീവിതം രസമായി തീരും. ഒരു സ്ഥാനത്ത് നിന്ന് നീക്കപ്പെട്ടാൽ ദൈവം അധികം നന്മയായതിലേക്ക് നമ്മെ നയിക്കും. എന്റെ കഴിവിന്റെയും കാലത്തിന്റെയും പരിധിവരെ അധ്വാനിക്കും എന്ന് നിശ്ചയിക്കാം. മരണത്തെ മുൻപിൽ കണ്ടിട്ടും കർത്തവ്യനിരതരായിരുന്ന മോശ നമുക്ക് മാതൃകയാണ്. നാം ചുമതലാ സ്ഥാനത്തല്ലെങ്കിലും ഏർപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ വിജയം ലക്ഷ്യമാക്കി വേണം നമ്മൾ ജീവിക്കുവാൻ. മറിച്ചുള്ള ചിന്തകൾ കടന്നു വരുന്നത് സ്വാർത്ഥതയാണ്. നീതിക്കും ന്യായത്തിനും വേണ്ടി എപ്പോഴും നിലനിൽക്കുവാൻ നമുക്ക് കടമയുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.